എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടുകൂടി വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ, സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നിവയെ സംബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് വിവിധങ്ങളായിട്ടുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടങ്ങാം. എന്തായാലും പുതിയ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. UDF സർക്കാരിന്റെ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ആദ്യ 6 മാസത്തിൽ തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത്. ഗ്യാരണ്ടികളിൽ 2 മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ തുടങ്ങുവാൻ തീരുമാനമായിരുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് സർക്കാർ പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ UDF സർക്കാരിന്റെ ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയുള്ള ധവളപത്രം പുറത്തിറക്കുമെന്നത്. ഈ ധവളപത്രത്തിലൂടെ പുറത്തു വരുന്ന സർക്കാരിന്റെ നിലവിലുള്ള ധനസ്ഥിതിയെ അടിസ്ഥാനമാക്കിയായിരിക്കും ക്ഷേമ പെൻഷന്റെ തുക 3000 രൂപ ആക്കുന്നതിൽ അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ടതാണ് പെൻഷൻ തുക 3000 രൂപ ആക്കുമെന്നുള്ളത്. ധനസ്ഥിതി മോശമാണ് എങ്കിൽ ഒറ്റയടിക്ക് 3000 രൂപയാക്കാതെ 200 രൂപയോ 400 രൂപയോ പോലുള്ള ഒരു ആദ്യഘട്ട വർധനവായിരിക്കും ഉടനെ ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ക്ഷേമ പെൻഷൻ തുക ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ച് 3000 രൂപയിൽ എത്തിക്കുന്ന രീതിയിലായിരിക്കും തീരുമാനമെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും കാര്യത്തിൽ പുതിയ സർക്കാർ ഇത്തരത്തിലുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ഉടനടി വർധനവില്ല എന്ന് ഉറപ്പായതോടുകൂടി മെയ് മാസത്തിലും നിലവിലുള്ള 2000 രൂപ തന്നെയായിരിക്കും ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ സർക്കാർ മെയ് മാസം വരെയുള്ള ക്ഷേമ പെൻഷൻ തുക വിതരണത്തിനായിട്ട് ഇലക്ഷന് മുമ്പേ തന്നെ ഉത്തരവിറക്കിയിരുന്നതിനാൽ ഈ മാസം പ്രത്യേകമായിട്ട് ഇനി ഒരു ഉത്തരവിന്റെ ആവശ്യമില്ല. മെയ് 25-നും മെയ് 31-നും ഇടയിലുള്ള ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നത്. അതേസമയം ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യാനിരുന്ന ഗഡുതുക കൂടി ചേർത്തായിരിക്കും ഈ മാസം സ്ത്രീ സുരക്ഷാ പെൻഷൻ എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ സംയുക്ത പെൻഷൻ തുകയായിട്ട് 2000 രൂപ ഈ മാസങ്ങളിലെ അവസാന ദിവസങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. അതേസമയം സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായിട്ട് പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതോടുകൂടി വയോജന ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്രീകൃതമായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ്. സാമൂഹിക നീതി, ആരോഗ്യം, തദ്ദേശം, വനിതാ ശിശു വികസനം, വിദ്യാഭ്യാസം, ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകളായിട്ട് വിവിധ വയോജന ക്ഷേമ പദ്ധതികൾ ചിതറിക്കിടക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇവയെ ഏകോപിപ്പിക്കുകയാണ് പ്രാഥമികമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്. വയോജനങ്ങൾക്കായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ്, പുനരധിവാസ നിയമ സഹായം എന്നിവ കൂടുതൽ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുവാനും സാധിക്കുന്നതാണ്. ജില്ലാതലത്തിൽ വയോജനങ്ങൾക്കായിട്ട് ഓഫീസുകളും സജ്ജമാകുന്നതാണ്. വയോജനങ്ങൾക്കുള്ള സേവനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതാണ്. ആശുപത്രികളിൽ ജെറിയാട്രിക് വാർഡുകൾ ആരംഭിക്കുന്നതാണ്. സാന്ത്വന പരിചരണ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വയോജന പീഡനങ്ങൾ തടയുക, പാർക്കുകളിലും സർക്കാർ ഓഫീസുകളിലും വയോജനങ്ങൾക്കായിട്ട് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുക, ഡിജിറ്റൽ സേവനങ്ങളിൽ ലളിതമാക്കുക തുടങ്ങിയവയായിരിക്കും ലക്ഷ്യം വയ്ക്കുന്നത്. വയോജന സൗഹൃദ നയവും രൂപീകരിക്കുന്നതാണ്. വയോജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് LDF സർക്കാർ വയോജന കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.